ന്യൂസ് 16 കേരള. കുവൈത്തിൽ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ കണ്ടെത്തി. രാജ്യത്ത് വൻ ലഹരിവേട്ട. മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾക്കെതിരായ സുപ്രധാന നീക്കത്തിൽ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി കണ്ടെത്തി. രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് മരുഭൂമിക്ക് നടുവിലായിരുന്നു ഫാക്ടറി. ഇവിടെ നിന്ന് 3 പേരെ അന്വേഷണ സംഘം പിടികൂടി. മയക്കുമരുന്നിനെതിരെ പോരാടുന്നതിനുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ റെയ്ഡിൽ ഏകദേശം 90.5 കിലോഗ്രാം വിവിധ മയക്കുമരുന്ന് പദാർത്ഥങ്ങൾ കണ്ടെത്തി. 55 കിലോഗ്രാം ലിറിക്ക പൗഡർ, 35 കിലോഗ്രാം കെമിക്കൽ മയക്കുമരുന്ന് പദാർത്ഥം, 500 ഗ്രാം ക്രിസ്റ്റൽ മെത്ത് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 6 ലക്ഷം സൈക്കോട്രോപിക് ഗുളികകൾ, 5 ലക്ഷം ലിറിക്ക ക്യാപ്സ്യൂളുകൾ, 1 ലക്ഷം ക്യാപ്റ്റഗൺ ഗുളികകൾ എന്നിവയും അധികൃതർ കണ്ടുകെട്ടി. സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന 12 പ്രത്യേക ഉപകരണങ്ങളും കണ്ടെത്തി. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നിലയിൽ സ്ഥാപിച്ച ഫാക്ടറിയിൽ നാർക്കോട്ടിക്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ കംപ്രസ് ചെയ്യുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള നൂതന സാങ്കേതികവിദ്യ സജ്ജീകരിച്ചിരുന്നു. വിവിധ മെഷീനുകളും മറ്റ് സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. പിടിച്ചെടുത്ത സാധനങ്ങളെയും പ്രതികളെയും തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. മയക്കുമരുന്ന് വ്യാപാരം, നിർമ്മാണം, ഉപയോഗം എന്നിവ ഉയർത്തുന്ന ഭീഷണി ചെറുക്കാൻ രാജ്യത്തുടനീളം ശക്തമായ പരിശോധന നടത്തിവരികയാണ്. പിടിയിലാകുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ലഹരി ഫാക്ടറിക്ക് പിറകിൽ കൂടുതൽ പേരുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.